ഹലോ എവരിവൺ, വെൽക്കം ടു MLT അക്കാഡമി. അപ്പോൾ നമ്മുടെ ബയോകെമിസ്ട്രിയിൽ ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് എസ്റ്റിമേഷൻ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫറസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാൽഷ്യത്തിൻ്റെ എസ്റ്റിമേഷനെ പറ്റി പഠിച്ചു. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഒരു ഫോസ്ഫറസ് മുന്നോട്ട് പോകേണ്ടത്. കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ റീസെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ എക്സാമുകളിൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. 5 മാർക്കിനും 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ലെങ്കിലും ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള എസ്സേ ആയിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് എസ്റ്റിമേഷൻ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫറസ്. അപ്പോൾ അതിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഫോസ്ഫറസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇൻ അവർ ബോഡി. നമ്മുടെ ടോട്ടൽ ബോഡിയിൽ ഏകദേശം 700 മുതൽ 800 ഗ്രാം വരെയാണ് ഫോസ്ഫറസ് ഉള്ളത്. അതിൽ മെജോറിറ്റി കാൽഷ്യം പോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിൻ്റെ പാർട്ടായിട്ട് ഈ ബോൺസിലൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഈ ഫോസ്ഫറസ് 80 to 85%. ബാക്കിയുള്ള 15% എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണും. അതിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചുണ്ട്. ഇനോർഗാനിക് ഫോസ്ഫറസും ഓർഗാനിക് ഫോസ്ഫറസ് അല്ലെങ്കിൽ ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് എന്ന് പറയും. ഈ ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫോസ്ഫോലിപ്പിഡ്സ് ആയിട്ടും ന്യൂക്ലിക് ആസിഡ് ആയിട്ടും ATP ആയിട്ട്, അതായത് മറ്റുള്ള ഓർഗാനിക് മോളിക്യൂൾസ് ബയോളജിക്കലി ആക്റ്റീവ് ഓർഗാനിക്കലി മോളിക്യൂളായിട്ട് നമ്മുടെ ശരീരത്തിൽ ഫോസ്ഫറസ് പല രീതിയിൽ കാണുന്നു. അതിൽ ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് വരെ ഈ ഫോസ്ഫറസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഫോസ്ഫോലിപ്പിഡ്സ്, നമ്മുടെ ശരീരത്തിലെ എനർജി സോഴ്സ് ആയിട്ടുള്ള ATP. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ATP ന്യൂക്ലിക് ആസിഡ് ഫോസ്ഫോലിപ്പിഡ്സ് എല്ലാം ഫോസ്ഫറസ് വേണ്ടി വരുമ്പോൾ ഓർഗാനിക് ഫോസ്ഫേറ്റ്സ് തന്നെയായിരിക്കും ഈ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഈ സ്കെൽട്ടൻ മസിൽസിൽ മെയിനായിട്ട് കാണപ്പെടുന്നത് ഇനോർഗാനിക് ഫോസ്ഫറസ് ആയിരിക്കും. അത് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അതായത് കാൽഷ്യവുമായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് ഈ സ്കെൽട്ടൻ മസിൽസിൽ കാണപ്പെടുന്ന ഫോസ്ഫറസ്. ഇനി ബ്ലഡ് ആൻഡ് പ്ലാസ്മ ഫോസ്ഫറസ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അല്ലെങ്കിൽ ബ്ലഡിലും പ്ലാസ്മയിലൊക്കെ 2 ടൈപ്പ് ഉണ്ടാവും. ഹോൾ ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓർഗാനിക് ഫോസ്ഫറസ് ഉണ്ടാകും, ഇനോർഗാനിക് ഫോസ്ഫറസ് ഉണ്ടായിരിക്കും. ഈ ഓർഗാനിക് ഫോസ്ഫറസിൽ ഈ ബ്ലഡിൽ കാണുന്ന മെജോറിറ്റി ഓഫ് ഓർഗാനിക് ഫോസ്ഫറസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് RBCക്കകത്താണ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും ഫോസ്ഫേറ്റിൻ്റെ ബ്ലഡ് എടുക്കുമ്പോഴത്തേക്ക് ലൈസിസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് RBCക്കകത്ത് ഇഷ്ടംപോലെ ഫോസ്ഫറസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ അത് ഫാൾസ് പോസിറ്റീവ് അല്ലെങ്കിൽ ഫാൾസ് ഹൈ റിസൾട്ട്സ്, എലിവേറ്റഡ് റിസൾട്ട്സിന് കാരണമാകും. ഇനി ഇനോർഗാനിക് ഫോസ്ഫറസ് ഈസ് മെയിൻലി ലൊക്കേറ്റഡ് ഇൻ പ്ലാസ്മ. സോ ബ്ലഡ് എടുക്കുമ്പോൾ 2 പാർട്ടുണ്ട്, പ്ലാസ്മയും ഉണ്ട്, ഈ ഫോമഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള RBC WBCs ഒക്കെ ഉണ്ട്. അപ്പോൾ സെല്ലിനകത്താണ് മെയിനായിട്ട് ഓർഗാനിക് ഫോസ്ഫറസുകളെല്ലാം ഇരിക്കുന്നത്. ഇനോർഗാനിക് ഫോസ്ഫറസ് പ്ലാസ്മയിലും. ടോട്ടൽ ബ്ലഡ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ബ്ലഡ് ഫോസ്ഫറസ് ഈസ് 12 mg/dL. ഇനോർഗാനിക് ഫോസ്ഫറസ് അല്ല, ബ്ലഡ് ഫോസ്ഫറസ്. ഇതിൽ 2/3 ഭാഗവും ടോട്ടൽ ബ്ലഡ് ഫോസ്ഫറസിൽ 2/3 ഭാഗവും ഓർഗാനിക് ഫോസ്ഫറസും ആകെ അതിൽ ബാക്കി വരുന്ന 1/3 പാർട്ടാണ് ഈ പ്ലാസ്മയിലുള്ള ഇനോർഗാനിക് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. അതിൻ്റെ അതായത് ഓൺലി 3 to 4 mg/dL ഈസ് കമ്പോസ്ഡ് ഓഫ് ഇനോർഗാനിക് ഫോസ്ഫറസ്. ഇനി ഇനോർഗാനിക് ഫോസ്ഫറസിന് തന്നെ 2 തിരിച്ചിട്ടുണ്ട്. ഡൈവാലന്റ് ഫോമും മോണോവാലന്റ് ഫോമും. HPO4 H2PO4 അല്ലെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് 2 മേജർ ഫോംസ് ഓഫ് ഇനോർഗാനിക് ഫോസ്ഫറസ് ഇൻ പ്ലാസ്മ. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് pHൽ, നോർമൽ ബ്ലഡ് pHൽ ഇതിൻ്റെ റേഷ്യോ ബിറ്റ്വീൻ മോണോവാലൻറ്റ് ഫോസ്ഫറസ് ടു ഡൈവാലൻറ്റ് ഈസ് 1:4. അതായത് കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഡൈവാലൻ്റ് ആണ് കോമൺ pHൽ. എന്നാൽ അസിഡോസിസിലും ആൽക്കലോസിലും എല്ലാം വേരിയേഷൻ വരും. അസിഡോസിൽ ഏകദേശം 1:1 റേഷ്യോയിലാവും, ആൽക്കലോസിൽ 1:9 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ഇത് മാറും. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ഇത്തരത്തിൽ റേഷ്യോ ബിറ്റ്വീൻ മോണോവാലൻ്റ് ആൻഡ് ഡൈവാലൻ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി ആ ഉള്ള ഇനോർഗാനിക് ഫോസ്ഫറസിൽ ആകെ 3 മുതൽ 4 mg% ഉള്ള ഇനോർഗാനിക് ഫോസ്ഫറസിൽ 10% പ്രോട്ടീനുകളുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നു, 35% ബൈൻഡ് വിത്ത് കാൽഷ്യം. വി ഓൾറെഡി മെൻഷൻഡ് ഇൻ ലാസ്റ്റ് പ്രസൻറ്റേഷൻ ദാറ്റ് കാൽഷ്യം കോംപ്ലക്സ്ഡ് വിത്ത് ഫോസ്ഫറസ് എന്ന് പറഞ്ഞു. അതിൽ ആ കാൽഷ്യമായിട്ട് കോംപ്ലക്സ് ചെയ്യുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ ഫോസ്ഫറസ്. അപ്പം 35% ഇനോർഗാനിക് ഫോസ്ഫറസ് കാൽഷ്യമായിട്ട് ബൈൻഡ് ചെയ്യും. ദെൻ റിമൈനിങ് 55% ഈസ് ഫ്രീ. സോ ഇതാണ് ആ ഫോസ്ഫറസിൻ്റെ ടോട്ടൽ ഇനോർഗാനിക് ഫോസ്ഫറസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ ഇനോർഗാനിക് ഫോസ്ഫറസ് ഈസ് ഓൺലി മെഷേർഡ് ഫോർ ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ അത് മാത്രമേ നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളൂ. നമ്മൾ ഈ ഓർഗാനിക് ഫോസ്ഫറസിനെ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദി കൺസെപ്റ്റ് ദാറ്റ് ദിസ് ഇനോർഗാനിക് ഫോസ്ഫറസ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഓർഗാനിക് ഫോസ്ഫറസ് ആൻഡ് ഇൻ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ബോൺ. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇനോർഗാനിക് ഫോസ്ഫറസിൻ്റെ ലെവൽ കൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന വേരിയേഷൻസ് ഈ ഓർഗാനിക് ഫോസ്ഫറസിലും ബാക്കിയുള്ള മെറ്റബോളിക് അബ്നോർമാലിറ്റിക്കും തുല്യമായിരിക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇനോർഗാനിക് ഫോസ്ഫറസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഇനി
സാമ്പിൾ കളക്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ സെറം അല്ലെങ്കിൽ പ്ലാസ്മയാണ് നമ്മൾ എടുക്കുന്നത്. പ്ലാസ്മ എടുക്കുമ്പോൾ ഹെപ്പാരിൻ പ്ലാസ്മ തന്നെ എടുക്കണം. കാരണം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ EDTA പോലെ സാധനങ്ങളും കാൽഷ്യം സിട്രേറ്റും ഒക്കെ ഇതിന് വേണമെങ്കിൽ കീലേറ്റ് ചെയ്യാം. അതുമായിട്ടൊക്കെ ഇത് കോംപ്ലക്സ് ചെയ്യുകയും പ്രോബ്ലംസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഫോസ്ഫറസിൻ്റെ ലെവൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഹീമോലൈസിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫോസ്ഫറസ് വരുമ്പോഴും LDH, AST അങ്ങനെയുള്ള എന്ത് എസ്റ്റിമേഷനും ഹീമോലൈസിസ് എന്ന് പറയുന്നത് ഒഴിവാക്കണം. RBCസിൻ്റെ ലൈസിസ് ഒഴിവാക്കിയേ പറ്റൂ. അതിനുവേണ്ടി ടോർണിക്കേറ്റ് ഒഴിവാക്കുക, അതുപോലെ തന്നെ ബ്ലഡ് ഭയങ്കര സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്യാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹീമോലൈസിസ് ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റഡി കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9% റൈസാണ് ഇനോർഗാനിക് ഫോസ്ഫറസിൽ ഉണ്ടാവുന്നത് 1% ഹീമോലൈസിസ് ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹീമോലൈസിസ് എത്രത്തോളം RBCs ലൈസ് ചെയ്യുമ്പോൾ ഈ ഫോസ്ഫറസ് പ്ലാസ്മയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രൊലോങ് ആയിട്ട് നമ്മൾ സ്റ്റോറേജ് ചെയ്യുമ്പോഴും ഫോസ്ഫറസ് ലെവൽ എലിവേറ്റ് ചെയ്യാം. അതിന് മെജോറിറ്റി കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡ് എടുത്തിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ സെറോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിനകത്ത് സ്ക്യൂസ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് ഉണ്ടല്ലോ, അതായത് പ്ലേറ്റ്ലെറ്റൊക്കെ സ്ക്യൂസും കാര്യങ്ങളൊക്കെ ചെയ്ത് പലതും ഇങ്ങനെ ലിബറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ RBCs ലൈസ് ചെയ്യും. പിന്നെ പ്ലാസ്മ ആണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം ഒക്കെ കുറച്ചൊക്കെ നടന്നിട്ടും ഫോസ്ഫറസ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിബറേറ്റ് ചെയ്യും. ഇമ്പോർട്ടൻറ്റ് എവറി സെൽ പൊസസിങ് ഫോസ്ഫേറ്റ്സ്, ന്യൂക്ലിയേറ്റഡ് ആയാലും അൺന്യൂക്ലിയേറ്റഡ് ആയാലും അതിനെല്ലാത്തിനും ഫോസ്ഫേറ്റ്സ് ഉണ്ട്. ബിക്കോസ് ATP is composed of phosphates. Then serum phosphorus is best measured in fasting samples because it shows diurnal variation. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് എലിവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് നമ്മൾ എല്ലായ്പ്പോഴും ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് സാമ്പിൾ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഫോസ്ഫറസിനും ഫാസ്റ്റിംഗ് സാമ്പിളാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ ഓഫ് ഇനോർഗാനിക് ഫോസ്ഫറസ് വളരെ അധികം മെത്തേഡൊന്നുമില്ല, നമ്മൾ പക്ഷേ വളരെയധികം മെത്തേഡായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷേ പ്രിൻസിപ്പൽ ബേസ് നമുക്ക് 3 മെത്തേഡുകൾ മാത്രമേ ഉള്ളൂ. ഫോസോമോളിബിഡേറ്റ് റിഡക്ഷൻ മെത്തേഡ്, ഫോസോമോളിബിഡേറ്റ് മെത്തേഡ് വിത്തൗട്ട് റിഡക്ഷൻ, ദെൻ എൻസൈമാറ്റിക് മെത്തേഡ്. എൻസൈമാറ്റിക് മെത്തേഡ് വളരെ കോമൺ അല്ല, എക്സ്പെൻസീവ് ആണ്, പക്ഷേ വളരെ സ്പെസിഫിക്കും ആക്യുറേറ്റും ഒക്കെ ആയിട്ടുള്ളൊരു മെത്തേഡാണത്. അപ്പോൾ അതിൽ ഓരോന്നിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ആദ്യം ഫോസോമോളിബിഡേറ്റ് റിഡക്ഷൻ മെത്തേഡ്. It is based upon the principle that serum inorganic phosphate react with ammonium molybdate to form phosomolybdate complex, and this phosomolybdate complex is colorless. അതായത് ആദ്യം നമ്മൾ അമോണിയം മോളിബിഡേറ്റും നമ്മുടെ ഫോസ്ഫറസും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം നെഗറ്റീവ് ചാർജുള്ള അമോണിയം മറ്റ് അവിടെ ഫോസ്ഫറസ് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഫോസോമോളിബിഡേറ്റ് അല്ലെങ്കിൽ ഫോസോമോളിബിഡിക് ആസിഡ് ഉണ്ടാവും. ഈ ഫോസോമോളിബിഡിക് ആസിഡ് കളർലെസ് ആണ്. ഈ കളർലെസ് ആയിട്ടുള്ള ഫോസോമോളിബിഡിക് ആസിഡ് പണ്ട് നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്ന ടെസ്റ്റിങ്ങിൽ, അതായത് ഗ്ലൂക്കോസിൻ്റെ റിഡക്ഷൻ പഠിക്കുന്ന പോലെ ഫോസോമോളിബിഡിക് ആസിഡ് ഈസ് റെഡ്യൂസ്ഡ് ടു മോളിബിഡിനം ബ്ലൂ, ദാറ്റ് ഈസ് ഡബിൾ റിഡക്ഷൻ റിയാക്ഷൻ. ഓക്കെ, മോളിബിഡിനം ബ്ലൂ ബൈ ദി ഹെൽപ്പ് ഓഫ് നമ്മുടെ ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജൻറ്റ്. ഈ റെഡ്യൂസിങ് ഏജൻറ്റുകളുടെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫോസോമോളിബിഡേറ്റ് റിഡക്ഷൻ മെത്തേഡ് പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോർഗാനിക് ഫോസ്ഫേറ്റ് റിയാക്ട് വിത്ത് അമോണിയം മോളിബിഡേറ്റ് ടു ഫോം ഫോസോമോളിബിഡേറ്റ്. ദിസ് കളർലെസ് ഫോസോമോളിബിഡേറ്റ് ഈസ് റെഡ്യൂസ്ഡ് ടു മോളിബിഡിനം ബ്ലൂ ബൈ എ റെഡ്യൂസിങ് ഏജൻറ്റ് ടു ഫോം എ ബ്ലൂ കളർ. ഈ മോളിബിഡിനം ബ്ലൂവിന് ബ്ലൂ കളറാണ്. ആൻഡ് ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് 600 to 700 നാനോമീറ്റർ. ദാറ്റ് ഈസ് റെഡ് കളേർഡ് ഫിൽറ്ററാണ്. റെഡ് റേഞ്ചിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ബീർ-ലാംബർട്ട്സ് ലോ ബ്ലൂ കളർ ആകുമ്പോൾ കോംപ്ലിമെൻ്ററി ഫിൽറ്റർ ആയിട്ടുള്ള റെഡ് യൂസ് ചെയ്യണം. സോ വേരിയസ് മെത്തേഡ്സ് ആർ അവൈലബിൾ ബേസ്ഡ് അപ്പോൺ ദിസ് പ്രിൻസിപ്പിൾ. എന്താണ് ഈ ഓരോ മെത്തേഡിൻ്റെയും ഡിഫറൻസ്? ദാറ്റ്സ് ഡിഫറൻസ് ഈസ് ദ യൂസ് ഓഫ് ദ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം നമുക്ക് ഓരോ മെത്തേഡുകളുടെ പേരും അതിനകത്ത് യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻറ്റുകളെ പറ്റി പഠിക്കാം. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSc എക്സാമുകൾക്ക് നിങ്ങളുടെ വൈവ എന്ന് പറയുന്നൊരു കലാപരിപാടിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത്തരത്തിലുള്ളതാണ്. എക്സാമിനേഷന് മിക്കപ്പോഴും ഫൈനൽ ഇയർ എക്സാമിനേഷന് നമുക്കൊരു പ്രാക്ടിക്കലാണ് ഈ ഫോസ്ഫറസ് എസ്റ്റിമേഷൻ. അതിൻ്റെ വൈവയ്ക്ക് തീർച്ചയായും ചോദിക്കുന്നതാണ്. വാട്ട് ആർ ദി അതർ, നിങ്ങൾ ചെയ്യുന്ന മെത്തേഡിൽ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് ആയിരിക്കും. വാട്ട് ആർ ദി അതർ റെഡ്യൂസിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഫോസ്ഫറസ് എസ്റ്റിമേഷൻ അണ്ടർ ഫോസോമോളിബിഡേറ്റ് റിഡക്ഷൻ മെത്തേഡ് ഏതൊക്കെയാണ്? ഫിസ്കി ആൻഡ് സുബ്രോവ് മെത്തേഡ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു സാധനമാണ്. ഫിസ്കി ആൻഡ് സുബ്രോവ് മെത്തേഡ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡാണ്, ബിക്കോസ് അത് വളരെ ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് എന്ന് വെച്ചാൽ അമിനോ നാപ്തോൾ സൾഫോണിക് ആസിഡ്, നമ്മൾ സൾഫാനിലിക് ആസിഡ്, അമിനോ നാപ്തോൾ സൾഫാനിലിക് ആസിഡ്, അതിന് നമ്മൾ അൻസ എന്ന് പേരിട്ട് വിളിക്കുന്നുണ്ട്. പിന്നെ മെത്തേഡ് ഓഫ് ഗോമോറി യൂസ് ചെയ്യുന്ന മെറ്റോളാണ്. മെറ്റോളിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത് പാരാമീഥൈൽ അമിനോ ഫിനോൾ സൾഫേറ്റ് അഥവാ മെറ്റോൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെത്തേഡ് ഓഫ് കുട്ട്നർ ആൻഡ് ലെക്കൻസ്റ്റൈൻ, അവരുടെ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന സ്റ്റാനസ് ക്ലോറൈഡ് ആണ് റെഡ്യൂസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് മോളിബിഡിനം ബ്ലൂ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ഫോസോമോളിബിഡിക് ആസിഡിനെ റെഡ്യൂസ് ചെയ്തുകൊണ്ട് മോളിബിഡിനം ബ്ലൂ ആക്കാനായിട്ട് ഇവർ യൂസ് ചെയ്യുന്നത് സ്റ്റാനസ് ക്ലോറൈഡ് ആണ്. ഇനി അസ്കോർബിക് ആസിഡ് റിഡക്ഷൻ മെത്തേഡ് ഉണ്ട്.
അതിൽ നമുക്ക് അത് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അസ്കോർബിക് ആസിഡ് സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻറ്റ് അതാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ഈ മൊത്തം മെത്തേഡുകൾക്കും പല പല സ്റ്റെപ്പുകളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേറ്റ് ഫോം ചെയ്യൽ. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സമയം ചിലവഴിക്കും. സെറം എടുക്കുക, അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഫോസ്ഫറസും ഏതും മെഷർ ചെയ്യാനുള്ളൊരു മെത്തേഡുകൾ ഉള്ളപ്പോൾ ആരാണ് ഈ ഫിൽട്രേഷനും ഒക്കെ നമ്മൾ ചെയ്ത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന മെത്തേഡാണ്. ഇത് രണ്ടാമത് ഈ റിയേജൻസ് ആർ ഓഫൻ കൊറോസീവ്. ഇതിൽ പലപ്പോഴും റെഡ്യൂസ് ചെയ്യുന്ന റിയേജൻറ്റുകളൊക്കെ ആസിഡുകളും ഒക്കെ ഉള്ളതായിരിക്കാം, അതെല്ലാം നമുക്ക് കൊറോസീവാണ്. ദെൻ എമൗണ്ട് ഓഫ് ഫോസ്ഫറസ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ എഫിക്കസി ഓഫ് പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേറ്റ്. ബിക്കോസ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിഡക്ഷന് വേണ്ടിയൊക്കെ പല ആസിഡുകളും യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അമോണിയം മോളിബിഡേറ്റ് ആസിഡൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഫ്രീ ഫിൽട്രേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ടർബിഡിറ്റി ഒക്കെ ജനറേറ്റ് ചെയ്യും. സോ ഇതൊക്കെ റിസൾട്ടിനെ ബാധിക്കും. ഫൈനൽ കളർ ഈസ് ഹൈലി pH ഡിപ്പെൻഡൻറ്റ്. അൻസ വെച്ച് ചെയ്തവർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും, ഈ അൻസ എന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ അല്ല, അതിൻ്റെ pH അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഓൾറെഡി ഒരു കളർ വരും. ഇനി several external factors can also reduce the phosphomolybdate complex. Then difficulty to establish automation. Then large volumes of sample required for a single analysis. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇഫ് പ്രോട്ടീൻ ഫിൽട്രേഷൻ ഉള്ളതുകൊണ്ട് കുറേ അധികം സാമ്പിൾ നമുക്ക് വേണ്ടി വരും. ഇനി ഫോസ്ഫോമോളിബിഡേറ്റ് മെത്തേഡ് വിത്തൗട്ട് റിഡക്ഷൻ. ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ ഓട്ടോമേറ്റഡ് അനലൈസിസിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഫോസ്ഫോമോളിബിഡേറ്റ് മെത്തേഡ് വിത്തൗട്ട് റിഡക്ഷൻ. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ഓട്ടോമേറ്റഡ് അനലൈസിസ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു കളർലെസ് കോംപ്ലക്സിൻ്റെ കാര്യം പഠിച്ചു. അതായത് Several inorganic phosphate react with the ammonium molybdate to form phosphomolybdate complex and this is colorless. ഈ കളർലെസ് കോമ്പൗണ്ടിന് ഒരു സ്പെസിഫിക് അബ്സോർബൻസ് ഉണ്ട് 340 നാനോമീറ്ററിൽ. അതാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇത് ഓട്ടോമേറ്റഡ് അനലൈസിസിന് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്, വളരെ സിമ്പിളായിട്ടുള്ള പ്രോട്ടോക്കോളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വർക്കിംഗ് റിയേജൻറ്റ്, അതായത് അമോണിയം മോളിബ്ഡേറ്റിൻ്റെ ഒരു വർക്കിംഗ് റിയേജൻറ്റ് കറസ്പോണ്ടിങ് pH ഉണ്ടായിരിക്കും. അത് ടെസ്റ്റിലും സ്റ്റാൻഡേർഡും ബ്ലാങ്കിലും എല്ലാം 1 ml വെച്ച് എടുക്കുക. ദെൻ നമ്മുടെ സാമ്പിള് ടെസ്റ്റിലേക്ക് 0.01 ml ആഡ് ചെയ്യുക, ബ്ലാങ്കിലേക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ 0.01 ml ആഡ് ചെയ്യുക. ദെൻ ഫോസ്ഫറസ് സ്റ്റാൻഡേർഡ് 5 mg/% സ്റ്റാൻഡേർഡ് ആണ് യൂഷ്വലി, അത് 0.01 ml സ്റ്റാൻഡേർഡിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഇത് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക റൂം ടെമ്പറേച്ചറിൽ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കില്ല, കളർ ഉണ്ടാവത്തില്ല, പക്ഷേ ആൾമോസ്റ്റ് എൻ്റെ റിയാക്ഷൻ ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളൊരു കൺസെപ്റ്റിൽ 5 മിനിറ്റ് വെച്ചേക്കാണ്. പിന്നെ 340 നാനോമീറ്ററിൽ നമ്മൾ അബ്സോർബൻസ് ചെക്ക് ചെയ്യുന്നു. ദെൻ കാൽക്കുലേഷൻ ഈസ് അബ്സോർബൻസ് ഓഫ് ടെസ്റ്റ് ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഇൻറ്റു 5. ഈ ബ്ലാങ്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ 0 സെറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിസ്കി സുബ്രാവ് മെത്തേഡ് ഒരു പക്ഷേ ഇതൊരു 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് കുറേ കാണും ഈ പ്രോട്ടീൻ ഫിൽട്രേഷൻ. പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതി തീർക്കാവുന്ന ഒരു ഇതായിരിക്കും, ഒരു മെത്തേഡാണിത്. ഇൻ കേസ് ഈ ഫോസ്ഫറസിൻ്റെ എസ്റ്റിമേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് എത്ര പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റുന്ന മെത്തേഡ് ഉണ്ടോ അത്രയും വേണം. അതായിരിക്കും ഏറ്റവും നന്നായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് അഗെയിൻ സിംഗിൾ സ്റ്റെപ്പ് മെത്തേഡ്, പ്രോട്ടീൻ ഫിൽട്രേഷൻ ഇല്ല, ഫാസ്റ്റ് ആണ്, ഈസിലി ഓട്ടോമേറ്റഡ് ആണ്, അതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് സ്റ്റേബിൾ, pH ഡിപ്പെൻഡൻ്റ് അല്ല. ഇനി എൻസൈമാറ്റിക് മെത്തേഡ് ലെസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. ഇവിടെ നമ്മൾ സക്സസീവ് എൻസൈമാറ്റിക് റിയാക്ഷൻസ് ഇൻവോൾവിംഗ് ഫോസ്ഫറസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ സെക്കൻഡ് ഇയറിലെ ഒരു പ്രധാനപ്പെട്ട എൻസൈമാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ്. ആദ്യം ഫോസ്ഫറസ് ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്ന് പറയുന്ന എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന ഒരു റിയാക്ഷനിലേക്ക് പങ്കെടുക്കും. യൂഷ്വലി ഇവിടെ നമ്മൾ ഗ്ലൈക്കോജനെ പോലെ ഒരു ഗ്ലൈക്കോജൻ പോലെ വലിയൊരു പോളിസാക്രൈഡ് അല്ല, എങ്കിലും ഒരു സിന്തറ്റിക് പോളിസാക്രൈഡ് കൊടുക്കും. ഈ സിന്തറ്റിക് പോളിസാക്രൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഗ്ലൂക്കോസിൻ്റെ ഒരു പോളിസാക്രൈഡ് ചെയിൻ ആയിരിക്കും അതിനകത്തുള്ളത്. അത് നമ്മൾ കൊടുക്കുന്നു, അവിടെ ഈ എൻസൈം ആക്ട് ചെയ്യുന്നു, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ സെറത്തിനകത്തുള്ള ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് വിൽ കൺവേർട്ട് ദിസ് ഗ്ലൂക്കോസ് ദാറ്റ് പ്രസന്റ് ഇൻ ദി സിന്തറ്റിക് പോളിസാക്രൈഡ് ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിനെ നമ്മുടെ ഫോസ്ഫോഗ്ലൂക്കോ മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആക്കി മാറ്റുന്നു. ദെൻ സിമ്പിൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ നമ്മുടെ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം 6 ഫോസ്ഫോഗ്ലൂക്കണോ ലാക്ടോൺ ആക്കി മാറ്റുന്നു. ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് HMP ഷണ്ട് പാത്വേയിൽ. അപ്പോൾ അവിടെ നമുക്ക് NADPH പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ NADPH
കോഫാക്ടറായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ റൈസ് ഇൻ NADPH നമുക്ക് സ്പെക്ട്രോഫോട്ടോമെട്രിക്കലി മെഷർ ചെയ്യാൻ പറ്റും 340 നാനോമീറ്ററിൽ. അപ്പോൾ എത്ര NADPH ഉണ്ടാവുമോ ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി എമൗണ്ട് ഓഫ് ഫോസ്ഫറസ്. ആദ്യത്തെ സ്റ്റെപ്പിൽ എത്ര ഫോസ്ഫറസ് ഉണ്ടാവുന്നു അത്രയും ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഉണ്ടാവും, അത്രയും ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഉണ്ടാവും, അത്രയും NADPH ഉണ്ടാവും. So this is not affected by pH, but it is expensive, not commonly used. ഇനി എന്തൊക്കെയാണ് ഫോസ്ഫറസിന്റെ റെഫറൻസ് റേഞ്ചും ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും? In normal adults, phosphorus level varies from 2.8 to 4.5 milligram per deciliter. But in growing children, it is high, 4 to 7 milligram per deciliter. എന്തുകൊണ്ട് 4 to 7 milligram per deciliter ഹൈ ആകുന്നു? ബിക്കോസ് കുട്ടികളിൽ ഈ അസ്ഥികൾ വളരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് വേണ്ടി വരും. അവിടെ കൂടുതൽ ഫോസ്ഫറസിൻ്റെ റീഅബ്സോർഷൻ ഫ്രം കിഡ്നി, അബ്സോർഷൻ ഫ്രം ഫുഡ് ഉണ്ടാവും. അതുപോലെ തന്നെ സെൽസ് എല്ലാം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടുതൽ എമൗണ്ട് ഫോസ്ഫറസ് ബ്ലഡിൽ കാണും. ഗ്രോയിങ് ചിൽഡ്രനിൽ അതുകൊണ്ടാണ് കാണുന്നത്. ഇനി ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, 2 പ്രോബ്ലംസ് ആണ് എപ്പോഴും ഉള്ളത്. ഹൈപ്പർ ഫോസ്ഫറ്റേസീമിയ, അതായത് എലിവേഷൻ ഇൻ ഫോസ്ഫറസ്, ഹൈപ്പോ ഫോസ്ഫറ്റേസീമിയ. ഇനി ഹൈപ്പർ ഫോസ്ഫറ്റേസീമിയക്കുള്ള കണ്ടീഷൻസ്, അതിലൊന്ന് ഹൈപ്പോ പാരാതൈറോയിഡിസം, 2 റീനൽ ഫെയിലിയർ, then hypervitaminosis D, cytolysis, pyloric obstruction. ഇതിൽ ഹൈപ്പോപാരാതൈറോയിഡിസം പാരാതൈറോയിഡ് ഹോർമോൺസിൻ്റെ ലെവൽ കുറയുക. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഹോമിയോസ്റ്റാസിസ് കാക്കുന്ന ഒരാളാണ് ഈ പാരാതൈറോയിഡ് ഹോർമോൺ അല്ലെങ്കിൽ പാരാത്തോർമോൺ. അപ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യത്തിനോടൊപ്പം ഇത് നമ്മുടെ ഫോസ്ഫറസിൻ്റെ റീഅബ്സോർഷനും തടയും. ഫോസ്ഫറസിൻ്റെ റീഅബ്സോർഷൻ തടയുകയും കാൽഷ്യത്തിൻ്റെ റീഅബ്സോർഷനും അബ്സോർഷനൊക്കെ കൂട്ടുന്ന ഒരാളാണ് നമ്മുടെ പാരാതൈറോയിഡ് ഹോർമോൺസ്. അപ്പോൾ ഹൈപ്പോ പാരാതൈറോയിഡിസം വരുമ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുകയും അതിന് പകരമായിട്ട് ഫോസ്ഫറസിൻ്റെ അളവ് കൂടുകയും ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ഈ ഫോസ്ഫറസും ഒന്നിനൊന്ന് വിരുദ്ധമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാൽഷ്യം കുറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഫോസ്ഫറസ് കൂടുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് കാൽഷ്യം കുറയും. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് അവർക്കുള്ളത്. ഇനി റീനൽ ഫെയിലിയർ, കംപ്ലീറ്റ് റീനൽ ഫെയിലിയർ ആകുമ്പോൾ നമ്മുടെ കിഡ്നിയിൽ കൂടി സാധാരണ ഫിൽട്ടർ ചെയ്ത് കളയുന്ന ഒരു സാധനമാണ് ഫോസ്ഫറസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് റീനൽ ഫെയിലിയർ വരുമ്പോൾ ഇത് നടക്കത്തില്ല. ഈ കോംപ്ലക്സും എല്ലാം ഇങ്ങനെ ഹൈപ്പർ ഫോസ്ഫറ്റേസീമിക് ആയിട്ട് കിടക്കും. ഹൈപ്പർ വൈറ്റമിനോസിസ്, വൈറ്റമിൻ ഡി ആകട്ടെ കാൽഷ്യത്തിനോടൊപ്പം ഫോസ്ഫറസിൻ്റെ റീഅബ്സോർഷൻ സഹായിക്കുന്നത്. അപ്പോൾ ഹൈപ്പർ വൈറ്റമിനോസിസ് ഉണ്ടായാലും ഫോസ്ഫറസ് എലിവേറ്റ് ചെയ്യും. ഇനി ഏറ്റവും കോമൺ സൈറ്റോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കീമിയ അല്ലെങ്കിൽ റാബ്ഡോമയോലൈസിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഭാഗമായിട്ട് SLE ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ RBCs ഒക്കെ ഇന്റേണലി പത്തോളജിക് പ്രോബ്ലംസ് കൊണ്ട് ഡിസ്ട്രോയ് ആകും. അപ്പോൾ എല്ലാം ഈ സെൽസിനകത്തിരിക്കുന്ന RBCക്കകത്തിരിക്കുന്ന ഈ ഫോസ്ഫറസ് എല്ലാം പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വരുന്ന ഫോസ്ഫറസും എലിവേഷന് കാരണമാകും. അങ്ങനെയാണ് ഹൈപ്പർ ഫോസ്ഫറ്റേസീമിയ ഉണ്ടാകുന്നത്. ഇനി കോസസ് ഓഫ് ഹൈപ്പോ ഫോസ്ഫറ്റേസീമിയ, ആൽക്കഹോൾ അബ്യൂസ്, പ്രൈമറി ഹൈപ്പർ പാരാതൈറോയിഡിസം, അക്യൂട്ട് റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മിക്സഡ് ഇമ, റീനൽ ട്യൂബുലർ ഡിഫക്ട്സ്, ഡയബറ്റിക് കോമ. ഇതിൽ റീനൽ ട്യൂബുലർ ഡിഫക്ട്സും ഹൈപ്പർ പാരാതൈറോയിഡിസും ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തുക. ബാക്കിയെല്ലാം എല്ലാ ഡിസോർഡറും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കൂടും. ആൽക്കഹോൾ അബ്യൂസ് ആകുമ്പോഴത്തേക്ക് ഹൈഡ്രോക്സിൽ അയോൺസ്, റെസ്പിറേറ്ററി ആൽക്കലോസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കൂടാം, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കൂടാം. അതായത് നമ്മുടെ ശരീരത്തിലെ ആസിഡ് ബേസ് ബാലൻസിൽ പ്രോബ്ലംസ് വരുന്നത്. ഇങ്ങനെ ആസിഡ് ബേസ് ബാലൻസിൽ പ്രോബ്ലംസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രാസെല്ലാർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഇൻട്രാസെല്ലാർ ഷിഫ്റ്റ് ഓഫ് ഫോസ്ഫറസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ ഹൈപ്പോഫോസ്ഫറ്റേസീമിയ ഉണ്ടാകുന്നത്. ഡയബറ്റിക് കോമയായാലും നെഗറ്റീവ് ചാർജുള്ള അയോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലഡിൽ കൂടുകയാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കൂടുമ്പോഴത്തേക്ക് മാക്സിമലി ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ബോഡിക്ക് അകത്തേക്ക് അല്ലെങ്കിൽ സെല്ലിന് അകത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള നോർമലായിട്ട് കാണപ്പെടുന്ന ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ വഴിതിരിച്ചു വിടും. റീനൽ ട്യൂബുലർ ഡിഫക്റ്റ് റീഅബ്സോർവ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെ വരുന്നുണ്ടാവാം. അല്ലെങ്കിൽ കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ്, റീഅബ്സോർവ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഫോസ്ഫറസ് നമ്മുടെ യൂറിനിൽ കൂടി ലോസ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫോസ്ഫറസ് കുറയാനുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ കമൻറ്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾക്ക് ഇനി വേണ്ട ഏത് വീഡിയോയുടെ അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോകൾ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.